ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ സർക്കാർ ആശുപത്രികളിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അടിസ്ഥാന യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ECG TMT ടെക്നീഷ്യൻ ട്രെയിനിയെ നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. പ്രായം ജനുവരി 1 36 വയസ്സ് കവിയരുത്. യോഗ്യത BHC ECG ടെക്നീഷ്യൻ കോഴ്സ് TMT ഹോൾട്ടർ എന്നിവയിൽ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ ടെക്നോളജി ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം ECG TMT പരിചയമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതയും പ്രായവും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം മാർച്ച് 4 രാവിലെ 11 മണിക്ക് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി ലാബ് ടെക്നീഷ്യൻ ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. മാർച്ച് 4 രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിലാണ് അഭിമുഖം. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം, പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഫിഷറീസ് വകുപ്പിന് കീഴിൽ നെയ്യാർ ഡാമിൽ പ്രവർത്തിക്കുന്ന മത്സ്യ വിത്തുൽപാദന കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് ഫാം വർക്കേഴ്സിനെ ആവശ്യമുണ്ട്. 7ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള നീന്തൽ അറിയുന്നവർക്ക് അപേക്ഷിക്കാം. യോഗ്യതയുള്ളവർ മാർച്ച് 2 രാവിലെ 10:30 കമലേശ്വരത്തുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. യോഗ്യത കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നോ DME അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ ഡയാലിസിസ് ടെക്നോളജി ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദമാണ്. കൂടാതെ കേരള സ്റ്റേറ്റ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ പ്രായം, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡേറ്റയും സഹിതം മാർച്ച് 4 വൈകിട്ട് 3 ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യ വകുപ്പിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നഴ്സിംഗ് ഓഫീസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നീ തസ്തികകളിൽ നിയമനം നടത്തുന്നുണ്ട്. മാർച്ച് 3 രാവിലെ 10 മണിക്ക് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഇൻ്റർവ്യൂ നടത്തും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി ഹാജരാവണം. നഴ്സിംഗ് ഓഫീസർ മെയിൽ തസ്തികയിലേക്ക് 3 ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM ആണ്. കൂടാതെ അഡിക്ഷൻ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോസ്റ്റിലേക്ക് 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത MPhil അല്ലെങ്കിൽ PGDCP ഇൻ ക്ലിനിക്കൽ സൈക്കോളജി വിത്ത് RC രജിസ്ട്രേഷനാണ്. അടുത്തത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ നഗരസഭയ്ക്ക് കീഴിലുള്ള ബഡ് സ്കൂളിലേക്ക് ബസ് ഡ്രൈവർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. 7ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം, ഹെവി ഡ്രൈവിംഗ് ലൈസൻസും 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, ലൈസൻസ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ അസൽ പകർപ്പ് സഹിതം മാർച്ച് 4 ഉച്ചയ്ക്ക് 12 മണിക്ക് കൽപ്പറ്റ നഗരസഭ ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ സ്നേഹജ്യോതി കിഡ്നി പേഷ്യൻ്റ് വെൽഫെയർ സൊസൈറ്റിയുടെ ചുമതലകൾ ചിട്ടയായും സമയബന്ധിതമായി നിർവഹിക്കുന്നതിന് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. SLC യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള 18-നും 36-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സളവ് ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ മാർച്ച് 3 രാവിലെ 11:30 ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കാസർഗോഡ് ജില്ലയിൽ ചട്ടഞ്ചാൽ, കളനാട് ഫാമിലി ഹെൽത്ത് സെൻ്ററുകളിലെ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച മാർച്ച് 2, 3 തീയതികളിൽ ചട്ടഞ്ചാൽ ഫാമിലി ഹെൽത്ത് സെൻ്റർ കോൺഫറൻസ് ഹാളിൽ നടക്കും. കൂടിക്കാഴ്ചയ്ക്ക് 30 മിനിറ്റ് മുമ്പ് ഉദ്യോഗാർത്ഥികൾ ഹാജരാവണം. ഡോക്ടർ തസ്തികയിലേക്ക് യോഗ്യത ഡിഗ്രി ഇൻ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ TCMC രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. കൂടിക്കാഴ്ച നടക്കുന്നത് മാർച്ച് 2 രാവിലെ 11 മണിക്കാണ്. അടുത്തത് ലാബ് ടെക്നീഷ്യൻ പോസ്റ്റാണ്. യോഗ്യത BSc MLT DMLT കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ്. കൂടിക്കാഴ്ച മാർച്ച് 2 ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അടുത്തത് ഫാർമസിസ്റ്റ് പോസ്റ്റാണ്. യോഗ്യത D.Pharm, B.Pharm, M.Pharm കൂടാതെ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ്.
കൂടിക്കാഴ്ച നടക്കുന്നത് മാർച്ച് 3 രാവിലെ 11 മണിക്കാണ്. അടുത്തത് ഫിസിയോതെറാപ്പിസ്റ്റ് പോസ്റ്റാണ്. യോഗ്യത ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പിയാണ്. കൂടിക്കാഴ്ച നടക്കുന്നത് മാർച്ച് 3 ഉച്ചയ്ക്ക് 12 മണിക്കാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.